ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ പത്തനംതിട്ടയിലെത്തിയ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത്രയും നേരം ഞങ്ങൾ യാത്ര ചെയ്ത് വന്നെങ്കിലും ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല. വന്ന് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ എന്തോ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കിടന്ന്, അത് കഴിഞ്ഞ് എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അസ്വാൻ്റെ ഷിനാജിൻ്റെ സ്നേഹപ്രകടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ തന്നെയാണ് ഫുൾ ടൈമും. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ഫുഡ് ആരും കഴിക്കാത്തതുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാത്തൂൻ്റെ ക്ലിനിക്കിൻ്റെ അങ്ങോട്ട് പോകണം കേട്ടോ. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരുപാടൊന്നുമില്ല, കുറച്ച് നടന്നാൽ മതി, ഒരു 2 മിനിറ്റത്തെ നടത്തേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഒന്നും പോലെ അത്ര ചൂടില്ല കേട്ടോ, അവിടെ നല്ല തണുത്ത ക്ലൈമറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ക്ലിനിക്കിൻ്റെ തൊട്ടടുത്താനുള്ള ഒരു ഹോട്ടലാണ് കഴിക്കാൻ കയറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. പൊറോട്ടയും അപ്പവും മീൻകറിയും ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാനിരുത്തുമ്പോഴത്തേക്കും നാത്തൂൻ ക്ലിനിക്കിൽ നിന്ന് ഓടി വന്നതാണ്. നാത്തൂൻ ഓൾറെഡി രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആരും ക്ലിനിക്ക് കണ്ടിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. പിന്നെ ഇവിടത്തേക്ക് ഇപ്പോൾ ഒരു സ്റ്റാഫിനെ അത്യാവശ്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ലാബ് ടെക്നീഷ്യൻ പഠിച്ചൊരു ട്രെയിനിനെയാണ് വേണ്ടത്. അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഫുഡും അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ് കേട്ടോ. ട്രെയിനീസായിട്ടാണ് കയറുന്നതെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും ഉണ്ട്. ചെറിയൊരു ക്ലിനിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ നാത്തൂൻ്റെ റൂമിലേക്ക് വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ജീപ്പിലാണ് കേട്ടോ പോകുന്നത് നമ്മൾ. നല്ല രസമായിരുന്നു ജീപ്പിലെ യാത്ര. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പേ പോയിട്ടുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളില്ലാണ്ടാവും എവിടെ പോയാലും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൊട്ടവഞ്ചി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിയാണെങ്കിൽ അടിപൊളിയായിരുന്നു, ഫുള്ള് പച്ചപ്പായിരുന്നു 2 സൈഡും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. എൻ്റെ മൂത്ത നാത്തൂൻ കാണിച്ചിട്ടുള്ള ഏത് വീഡിയോ ഞാൻ ഇട്ടാലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റാണ്, നാത്തൂൻ കല്യാണം കഴിച്ചിട്ടില്ലേ, എവിടെയാണ്, എന്താന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ആ കമൻസൊക്കെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങളോട് പറയാമെന്നുള്ളൊരു ഇതിലായിരുന്നു. കാരണം എത്രയെന്ന് വെച്ച് നമ്മൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും എന്തായാലും 1-2 കമൻറ്റ് ചോദിച്ചിട്ട് വരാണ്ടിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പറയാം, നാത്തൂൻ ഡിവോഴ്സ്ഡ് ആണ് കേട്ടോ. പക്ഷേ ആൾ ഹാപ്പി ആയിട്ടുള്ള ലൈഫുമായിട്ടാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചിയുടെ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ടെൻഷനും കാര്യവും ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്, കാരണം വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. കൊണ്ടുപോകാൻ ആളുണ്ട് കേട്ടോ. രസമൊക്കെ ഉണ്ട്, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. ഏറ്റവും പേടിയുള്ള സാധനമാണ് വെള്ളം. അങ്ങനെ നമ്മൾ ഈ സംഭവത്തിൽ കയറാൻ പോകുന്ന വഴിയാണ് എല്ലാവരുടെയും കണ്ണിൽ ഊഞ്ഞാൽ പെട്ടത്. അപ്പോൾ എല്ലാവർക്കും അതിൽ ആടാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഫസ്റ്റ് തന്നെ ഉമ്മയാണ് ഇരുന്ന് ആടിയത്. ഉമ്മ ആടി, ഷിനാജ്, ഞാൻ, പിന്നെ നാത്തൂൻ. അതായത് ചെറിയത് കയറിയില്ല കേട്ടോ, ചെറിയത് അവിടെ ഒഴിഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ഊഞ്ഞാലിൽ ആടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഇങ്ങോട്ട് നോക്ക്. എന്റെ കയ്യിത്താ ആടണ്ട പൂതി അടിപൊളി കൊച്ചിരാജേ. ഞങ്ങളെല്ലാവരും ആ ലൈഫ് ജാക്കറ്റ് ഇട്ടത് കണ്ടിട്ട് അസുഖാക്കും വേണമെന്ന് പറഞ്ഞ ബഹളായിരുന്നു. പിന്നെ അവർക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ തുഴഞ്ഞു പോകാൻ പോണ ഈ സാധനമില്ലേ, ഈ വട്ടത്തിലെ കൊട്ട, ആ സംഭവം ഭയങ്കര വൃത്തിയാണ് കേട്ടോ. നല്ല വൃത്തിക്കാണ് അവർ ആ സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരുമാണ് ഇതിൽ കയറിയത്, ഞാൻ, ഷിനാജും കൊച്ചും.
മലമ്പാമ്പൊക്കെ ഉണ്ട് ഇതില്. മലമ്പാമ്പ്, അനകൊണ്ട. എന്താ ഇപ്പൊ മലമ്പാമ്പിനെ ഒന്ന് കാണാലോ. ഈ സൈഡ് അങ്ങോട്ട് തമിഴ്നാട് വരെ മനമാണ്. ഒരു 100 കിലോമീറ്റർ കാണും. ഒന്നും കാണുന്നില്ലല്ലോ പുറത്ത്. അപ്പോ ഇത് എന്താ വെളുത്തിരിക്കുന്ന എല്ലാരും. അങ്ങനെയൊക്കെ വെളുക്കട്ടെ. അടിപൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളി. പിടിച്ചോ. എന്താ ചെറിയ ടീച്ചർ? അസ്വാക്കാണെങ്കിൽ വെള്ളം കണ്ട അപ്പം കുളിക്കണം. കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ് നിങ്ങളാ കാണുന്നത്. അവൾക്ക് കുളിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കി നിർത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ കയറിയത്. ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ മഴ സമയത്തൊക്കെ അടിപൊളിയാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ആ കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഉള്ളൊരു ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നാരങ്ങ വെള്ളമാണ് കുടിച്ചത്. ഉമ്മ ചായയും കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം എല്ലാം കുടിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുവാണ്. പോകുന്ന വഴിക്ക് ട്രീ ഹൗസ് ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ ഡ്രൈവർ നമ്മളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല, സംഭവം പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. ഗേറ്റ് അടച്ചെങ്കിൽ എങ്ങനെ കാണും? അത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഓരോ ഫാമിലിക്ക് 1200 നമ്മളെ സീതത്തോടെ ഏർമാടല്ലേ അതാണത്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വെച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റേ മലയെണ്ണാനില്ല ആ സാധനത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ ഓണാക്കിയപ്പോൾ സംഭവം വേറെ വഴിക്ക് ചാടിപ്പോയി. സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ആനക്കൂട്, ആനക്കട്ടി അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര്. ആനക്കൂടാന്ന് തോന്നുന്നു. ലക്ഷ്മിക്കുട്ടി. എന്ത് ക്യൂട്ടാ കാണാൻ. നമ്മളെ ഇഷ്ടപ്പെട്ടില്ലാണ് തിരിഞ്ഞു പോയത്. ആനക്കുട്ടിയാ. കൊട്ടവഞ്ചിയിലെല്ലാം കയറിയിട്ട് നമ്മൾ പിന്നെ നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ ആനക്കൂടെന്നാണ് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, കുറച്ച് ആനകളുണ്ട്, അത് തന്നെ ഉള്ളു. എനിക്ക് തോന്നുന്നൊരു കൂടിപ്പോയൊരു 6 ആന കാണും, അല്ലെങ്കിൽ 5 എണ്ണം. ആന കുളിക്കുന്നതും ആന പട്ട തിന്നുന്നതും അതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളൂ. പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടെ ഇങ്ങനെ കുറേ ആനയുടെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 33 വയസ്സ്. എണ്ണാപ്പാറ റേഞ്ചിൽ തുറയിൽ നിന്നും 1991 ലഭിച്ചു. ഇതാണ് പ്രായക്കൂടുതലെന്ന് തോന്നുന്നല്ലേ? അല്ല, ഇതിന് 40 പക്ഷെ ഇതിന് നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. അതിന് പ്രായം തോന്നിക്കുന്നില്ല. കഴിഞ്ഞു പോണ വെയിലാണ് റബ്ബേ. ഇപ്പോൾ ഇതിൽ അസ്വാനം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഡ്രസ്സ് ഇട്ട് കൊടുക്കാത്തത്. നമ്മൾ ഇട്ട് കൊടുക്കാത്തതല്ല കേട്ടോ. അവൾക്ക് പൊതുവേ ഡ്രസ്സ് ഇടുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കരഞ്ഞ് ബഹളം വെച്ച് നമ്മളെ കൊണ്ട് ഡ്രസ്സ് ഊരിപ്പിക്കും. അങ്ങനെ ഊരിയിട്ട് പാമ്പേഴ്സ് മാത്രം ഇട്ട് കൊടുത്ത് നിർത്തിയേക്കുവാണ്. അങ്ങനെ ആനകളെ എല്ലാം നമ്മൾ നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു ചെറിയ മ്യൂസിയം അവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അങ്ങോട്ടേക്കാണ് വന്നത്. ഇതിൽ കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. അത് ഇപ്പോൾ ആ സ്ക്രീനിൽ കാണിച്ച ഓരോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സൗണ്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കേൾപ്പിച്ച് തന്നു കേട്ടോ.
നല്ല രസമുണ്ടായിരുന്നു അത് കേട്ട് നിൽക്കാനായിട്ട്. പിന്നെ അത് അവിടെ തന്നെ കുറേ ആനയുടെ അസ്ഥികൂടും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ചുറ്റിക്കണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റി ഇങ്ങനത്തെ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ ചെന്നപ്പോഴത്തേക്കും കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ അവിടെ വിസിറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒപ്പം തന്നെ. അവിടെ തന്നെ 3D സിനിമയുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിലൊന്നും നമ്മൾ കയറിയില്ല. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി കണ്ടതാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനൽ ആണെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ നിൽക്കത്തില്ലല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു, ഒരു 1:30-2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച്. ഞങ്ങളെല്ലാവരും മീൽസാണ് പറഞ്ഞത്. ഷിനാജ് മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ ബിരിയാണി പറഞ്ഞത്. വൻ ഫ്ലോപ്പായിരുന്നു ബിരിയാണി, ഒട്ടും ടേസ്റ്റില്ലായിരുന്നു. ഷിനാജ് എന്തോ ഒരു പിടി കഴിച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ച്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴി വേറൊരു സ്പോട്ട് ഉണ്ട്. ഇവിടെ മഴയുള്ള സമയത്ത് നല്ല അടിപൊളിയാന്ന് കേട്ടോ പറഞ്ഞു. വെള്ളം തീരെ ഇല്ല, നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. ഈ വെള്ളച്ചാട്ടം ആ സംഭവമൊക്കെ മഴക്കാലത്ത് തന്നെയാണ് കാണാൻ ഭംഗി. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇത് നാത്തൂൻ്റെ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്താനുള്ളൊരു സംഭവമാണ് കേട്ടോ. എന്തോ ഒരു പാറയാണ്, എൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇറങ്ങി കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. എനിക്ക് ഈ പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പോട്ടാണ് കേട്ടോ, നമ്മൾ ലാസ്റ്റ് വന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയ ദിവസത്തെ ഫസ്റ്റ് കറക്കം ഇവിടെയും കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടാം കേട്ടോ. വീഡിയോ കാണുന്നവർ കമൻറ്റ് ഇടാണ്ട് പോരുന്ന, കമൻറ്റ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നെക്സ്റ്റ് വീഡിയോ വരുന്നത് നമ്മളെല്ലാവരും കൂടെ ഗവിയിൽ പോയതാണ്. അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക.